ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന അബുദാബിയിലുള്ള ഷെയ്ഖ് സയ്യിദ് മോസ്കിലോട്ടാണ്. ദുബായിൽ നിന്നും 2.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഈ മോസ്കിന്റെ കവാടത്തിൽ എത്തി. ചില്ലുഗോപുരത്തിന്റെ ഉള്ളിലൂടെ വേണം നമ്മൾ പ്രവേശിക്കാനുള്ളത്. ഇതിന്റെ ഇരുവശത്തായി പോലും സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എക്സിലേറ്ററിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി. മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ ചില്ല് ഗോപുരമാണെന്ന് അറിയുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് ആണ് മുകളിൽ. അതിന്റെ താഴ്ഭാഗമാണ് ഈ മാൾ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് മോസ്കിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ധരിക്കാനുള്ളതും ധരിക്കാൻ പാടില്ലാത്തതുമായ വസ്ത്രരീതിയാണ്. മോസ്കിനുള്ളിൽ പ്രവേശിക്കാൻ നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. വിശാലമായ ഷോപ്പിംഗ് മാളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തത് സ്കാൻ ചെയ്ത് വേണം ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. ഇരുവശത്തുമുള്ള ചുമരുകളിൽ നമുക്ക് നിറയെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരുപാട് സഞ്ചാരികൾ മോസ്ക് സന്ദർശിച്ച് തിരിച്ചു പോകുന്നത് കാണാം. അടുത്ത എക്സിലേറ്റർ കയറി ചെന്നിറങ്ങുന്നത് മോസ്കിന്റെ ഫ്രണ്ടിലാണ്. വിശുദ്ധിയുടെ പ്രതീകമായ വെള്ള നിറമാണ് മോസ്കിനുള്ളിൽ നൽകിയിരിക്കുന്നത്. വെള്ള മാർബിൾ കൊണ്ടുണ്ടാക്കിയ 1000-ൽ-അധികം തൂണുകൾ നമുക്ക് ഈ കോട്ടയാടിൽ കാണാം. ഇന്ന് നമ്മൾ പോകുന്നത് മോസ്കിനുള്ള മെയിൻ എൻട്രിയിലോട്ടാണ്. അവിടുത്തെ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ സ്കാൻ ചെയ്യണം. മാർബിൾ ചുമരിലെല്ലാം അതിമനോഹരമായ ചിത്രങ്ങൾ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ഷാൻഡിലിയർ ലൈറ്റ് നമുക്ക് റൂഫിൽ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഷാൻഡിലിയർ ലൈറ്റിൽ ഒന്നാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് തുന്നിയ കാർപ്പറ്റാണ് ഇത്. 1200ഓളം ജോലിക്കാർ 2 വർഷം കൊണ്ടാണ് തുന്നി പൂർത്തിയാക്കിയത്. നമ്മുടെ നിസ്കാരങ്ങളും അതിന്റെ സമയവും കൃത്യമായി ക്ലോക്കിൽ കാണിക്കുന്നുണ്ട്. മോസ്കിന്റെ ഇരുവശങ്ങളിലായി വിശാലമായ പൂൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.